എന്ത് വട്ടത്തറയെ കാണിച്ചോണ്ടിരിക്കുന്നേ? കൊച്ചളിയ, ഞാൻ പറക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ്, പക്ഷെ നടക്കുന്നില്ല. ഈ പോപ്പട്ടുണ്ടല്ലോ കൊച്ചളിയ, അവൻ നന്നായിട്ട് പറക്കുന്നുണ്ട്. അവൻ തത്തയാണ്, നീ വെറും പൂച്ച, മനസ്സിലായോ കഴുത? നാളെ നിങ്ങൾ എല്ലാവരും കൂടി സൂയിലേക്ക് പോകാൻ പോവുകയാണ്. വേണ്ട മേഡം വേണ്ട, ഞങ്ങളെ സൂയിലേക്ക് അയക്കരുത് പ്ലീസ്. ഞങ്ങൾ സന്തുഷ്ടരാണ്, ഞങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോളാം. എന്ത്? നിങ്ങൾ തരുന്ന വൃത്തികെട്ട ഭക്ഷണം കഴിച്ചോളാം, ഇവിടെ ഏതെങ്കിലും മൂലയിൽ കിടന്നോളാം, ഇനി മര്യാദയ്ക്ക് നടന്നോളാം. പക്ഷെ ഞങ്ങളെ സൂയിലേക്ക് മാത്രം അയക്കരുത് പ്ലീസ്. നീ എന്തുവാടെ സീരിയലിൽ വരുന്നത് പോലെ വൃത്തികെട്ട ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കുന്നത്? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇവര് നമ്മളെ സൂയിലേക്ക് അയക്കില്ലേ? അവിടെ കഷ്ടപ്പെടുമ്പോൾ മനസ്സിലാവും ഈ ഡയലോഗിന്റെ വില. അളിയോ, മേഡം പറഞ്ഞത് സൂ കാണാനായിട്ടാണ്. അതെയോ? ഞാൻ പറഞ്ഞ ഡയലോഗൊക്കെ വേസ്റ്റ് ആയി, സോറി. കഴുതേ, ഒരു കാര്യം ആദ്യം മനസ്സിലാക്ക്, പൂച്ചയെ പൂട്ടി വെച്ചിരിക്കുന്ന ഒരു സൂ ഇവിടെ ഇല്ല. രാവിലെ നേരത്തെ തന്നെ നിങ്ങൾ പോണം, എന്നിട്ട് സന്ധ്യയാവും മുന്നേ നിങ്ങൾ തിരിച്ചെത്തിക്കോണം. യെസ് മേഡം. കൊച്ചളിയ, എനിക്ക് അവന്മാരെ പോലെ ഐസ്ക്രീം കഴിക്കണം. അതിനൊന്നും കാശില്ല അളിയോ. എനിക്ക് പൈസ കഴിക്കണ്ട, ഐസ്ക്രീം കഴിച്ചാൽ മതിയടാ. കഴുതേ, നമുക്ക് ഐസ്ക്രീം മേടിക്കാനായിട്ട് കാശ് വേണം, അതാ പറഞ്ഞത്. മനസ്സിലായോ നിനക്ക്? എടാ, നമ്മുടെ ലഞ്ച് ബോക്സ് കുരങ്ങന്മാര് കൊണ്ടുപോയി. എടാ കൊരങ്ങ, മര്യാദക്ക് ഞങ്ങളുടെ ബാഗ് തിരിച്ചു തന്നേക്ക്, തരാനാ പറഞ്ഞത്. നല്ല കൊരങ്ങന്മാരാ, ബാഗ് തിരിച്ചു തന്നല്ലോ. പക്ഷെ അകത്തുള്ളതെല്ലാം പോയി കിട്ടിയില്ലേ? എന്നാലും കുഴപ്പമില്ല, മാഡത്തിന്റെ ബാഗല്ലേ ഇത്. പോയിരുന്നെങ്കിൽ മാഡത്തിനോട് നമ്മൾ എന്ത് മറുപടി പറയായിരുന്നു? എടാ, നമ്മൾ ഇനി എന്താ കഴിക്കാ? അതൊന്ന് ആലോചിക്കേ. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ആലോചിക്കണമെങ്കിൽ തലയ്ക്കകത്ത് നല്ല ബുദ്ധി വേണം. മനസ്സിലായോ? മനസ്സിലായി. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അത് ചെയ്യേ. ഞാൻ എന്തായാലും തനിച്ച് സൂ കാണാൻ വേണ്ടി പോവാ. വൈകിട്ട് ഗേറ്റിനടുത്ത് വെച്ച് കാണാം. അവന് ബുദ്ധിയുണ്ട്. എന്റെ ഹണി, നീ ഇന്ന് മുഴുവൻ വാ തുറക്കരുത്, ഓക്കേ? ഓക്കേ. രക്ഷപ്പെട്ടു. വയർ എന്തായാലും നിറഞ്ഞു. താനെന്തായി കാണിക്കുന്നത്? ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്, മനസ്സിലായോ? അവിടെ ഉണ്ടായിരുന്ന ആഫ്രിക്കൻ തത്ത രക്ഷപ്പെട്ടു. അവന് പകരം നീ അവിടെ ഇരുന്നാ മതി. എന്താ? പറ്റില്ല. ആഫ്രിക്കൻ തത്തയൊക്കെ വേറെ സൈസാ. ഞാൻ വെറും നാടൻ തത്തയാണ്, കുഞ്ഞു തത്ത. അതൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം, നീ പേടിക്കണ്ടടാ. എന്നെ വിടൂ. എന്തായി കാണിക്കുന്നത്? താനെന്താണോ തത്തയെ പിടിച്ചു വെച്ച് മഴവില്ലാക്കാൻ നോക്കുവാണോ? വിട്. മിണ്ടാതെ അവിടെ ഇരുന്നോണം. എന്താ ഇതൊക്കെ? തുറന്നു വിട്. ഹലോ, എക്സ്ക്യൂസ് മീ. കണ്ടോ, വയറ് കടന്ന് നിലവിളിക്കുന്നു. പുറത്തേക്ക് വരാൻ പറ, നമുക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാം. എടാ കരിമ്പ്, വേഗം വാ, നമുക്ക് പോയി കഴിക്കാം. ചെളിയ, ഇത് ആനയ്ക്കുള്ള കരിമ്പാണ്. അതേലോ. ഇവനെ പേടിക്കേണ്ട ആവശ്യമില്ല, ഇവൻ കൂട്ടിനകത്തല്ലേ, നമുക്ക് കഴിക്കാം. നീ വാ. ഓ ഹണി, എന്റെ പൊന്നെ, എന്നെ രക്ഷിക്ക്. എന്നെ ഇവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. അല്ലല്ല, നിന്നെ അടച്ചു വെച്ചിരിക്കുകയല്ല, മറ്റുള്ളവർക്ക് കാണാനായിട്ട് നിന്നെ സൂല് വെച്ചിരിക്കുകയാണ്. എടാ, ഞാൻ പോപ്പട്ടാണ്, മനസ്സിലായില്ലേ? പോപ്പട്ട്. എന്റെ പോപ്പട്ടിനെ കണ്ടാ എനിക്കറിയാം. കള്ളം പറയാ, കളർഫുൾ കള്ള തത്ത. എടേ, ഞാൻ പോപ്പട്ടാണോടാ, പോപ്പട്ട്. നമ്മള് കൂട്ടുകാരാ, എന്നെ ഇതിനകത്തുനിന്ന് രക്ഷിക്ക്. വാ തുറന്ന കള്ളം പറയുന്ന തത്ത. പോപ്പട്ടിനെ പോലെ തന്നെ സംസാരിക്കുക. മിമിക്രിക്കാരനാണെന്ന് തോന്നുന്നു. എടാ നിക്ക്. കഴുതേ, കഴുതേ, ഞാൻ പോപ്പട്ടാടാ, മനസ്സിലായോ? ഇത്ര
ഇത്രയധികം ഫ്രൂട്ട്സോ? പക്ഷെ കൂട്ടിനകത്തല്ലേ ഇരിക്കുന്നത്. ഇത്രയും വലിയ കേട്ടിലൂടെ എന്തുപയോഗിച്ചാ നമ്മൾ അകത്തേക്ക് ചെല്ലുക? ബുദ്ധി ഉപയോഗിച്ച്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അകത്തേക്ക് വരാൻ പറ്റില്ല അല്ലേ കൊച്ചളിയ? നീ പേടിക്കണ്ടടാ, അത് എന്റെ പക്കലുണ്ട്. വാ, നീ വാടാ. ഹണി, 2 ശാഖകളും പിടിച്ചോ, മുറുക്കി പിടിച്ചോ. സോർദാറേ, കരടി. കഴുതേ, ഞാൻ കരടിയല്ല, ഡോഗിയാടാ, ഡോഗി. എടാ, കരടി എന്ന് പറഞ്ഞത് നിന്നെയല്ല, നിന്റെ പുറകിൽ നിൽക്കുന്നതിനെയാ. അല്ല, സാറെന്തെടുക്കയാ ഇവിടെ? ഇതെന്റെ സ്ഥലമാണടാ ചക്കരെ. എന്റെ വീട്ടിൽ എന്റെ അനുവാദമില്ലാതെ വരുന്നവർക്ക് ഞാൻ നല്ല സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. സോർദാറെ വിട്ടോ. ഇതെന്റെ വീടാണടാ ചക്കരെ. ഇവിടെ വരുന്നവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം വരാം. എന്നാൽ പോകണമെങ്കിൽ ഞങ്ങൾ വിചാരിച്ചാലേ നടക്കൂ. പേടിക്കേണ്ട സോർദാറേ, കരടിയെ വെജിറ്റേറിയനാ. ആഹാ, ഞങ്ങൾ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുള്ളൂ. നിനക്കെന്താ വേണ്ടത്? തൊഴിയാണോ അതോ ഇടിയാണോ? ആ. ഞങ്ങൾക്ക് തരുന്ന ഫ്രൂട്ട്സ് ഞങ്ങൾക്ക് തന്നെ തികയുന്നില്ല. അതിന്റെ ഇടയ്ക്കാണോ നീ? എല്ലാം കഴിഞ്ഞു. കയ്യില് ബോൾ തൊട്ടാലേ ഫൗളാ അല്ലേ കൊച്ചളിയ? എടാ കഴുതേ, നടക്കുന്നത് ഫുട്ബോൾ മാച്ച് അല്ലടാ. സോർദാറിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നീ വാ, ഒന്ന് വേഗം വാ. എന്റെ അമ്മേ, ഐഡി മുഴുവൻ പാടി വിട്ടോടാ. ഇവിടെ നിൽക്കുന്നതാ നല്ലത്, അല്ലെങ്കിൽ തടി മുഴുവൻ കേടാവും. എടാ തടിയാ, ധൈര്യം ഉണ്ടെങ്കിലേ നീ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പാടാ. എടാ ചക്കരെ, എന്നോടാണോടാ നിന്റെ വെല്ലുവിളി? നിന്നെ ഞാനിന്ന് പപ്പടമാക്കും. താങ്ക് യു. എനിക്ക് പോകാനുള്ള വഴി കിട്ടി. ഒന്ന് മാറി നിൽക്ക്, എനിക്ക് വേഗം പുറത്തേക്ക് പോകണം, മനസ്സിലായോ? എന്റെ പൊന്നു ചക്കരെ, ഞാൻ ആകെ കുടുങ്ങി പോയടാ. എന്നെ ഒന്ന് രക്ഷിക്ക. അതെ, കരടിക്കുണ്ട എന്റെ സൈസ് നോക്ക്. എന്നെ കൊണ്ട് നിന്നെ പൊക്കാൻ കഴിയോ? വേഗം കയറി സോർദാർ. കരടി തിരിച്ചു വരികയാണെങ്കിൽ നിന്റെ പണി ഇന്നത്തോടെ തീർക്കും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല, അങ്ങനെ സംഭവിക്കാനേ പാടില്ല. എങ്കിലൊരു കാര്യം ചെയ്യേ, മരത്തിന്റെ പുറകിൽ പോയി ഒളിച്ചോ, വേഗം പോയി ഒളിച്ചോ. ഇനി ജീവിതകാലം മുഴുവൻ ആ മരത്തിന്റെ പിറകിൽ അവൻ ജീവിക്കണല്ലേ? കരടി പിടിച്ച് തിന്നാലോ? കഴുതേ, അവനെ രക്ഷിക്കാനുള്ള ഐഡിയ നോക്കാൻ ഞാന്. രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും വരണേ. കരടി വലിയ അപകടത്തിലാ. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. ഈ കരടി കാരണം എന്നും നമുക്ക് വല്ലാത്ത ശല്യം തന്നെയാണ്.
നമ്മുടെയൊക്കെ തടി ഇന്ന് കേടാവുന്നതിന് മുൻപ് ഇവിടെ നിന്ന് സ്ഥലം വിടുന്നത് നല്ലത്. വിട്ടോ? ആ എല്ലാവരും എത്തിയോ? അല്ല സൂ എങ്ങനെയുണ്ടായിരുന്നു? വെളുത്തയാന കറുത്ത കരിമ്പ് തിന്നു, തനിച്ചു പോയി സൂ കണ്ടു മടങ്ങി വന്നു. എങ്ങനെയുണ്ട്? തനിച്ചല്ല, ഞങ്ങള് 4 പേരും ഒന്നിച്ച. നിങ്ങളുടെ കൂടെ കിറ്റുവേം കൊണ്ടുപോകാൻ പാടില്ലായിരുന്നോ? ഒരു കാര്യം ചെയ്യ്, നാളത്തെ ട്രിപ്പ് എന്റെ വക. കിറ്റുവേം കൂടെ കൊണ്ട് നിങ്ങൾ സൂ കാണിക്ക്. അപ്പൊ ശരി, എങ്ങനെയുണ്ട്?